നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക്സ് ആയാണ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ നോക്കാം. ആദ്യം എന്താണ് ഈ വിൻഡോസ് ഇതിന്റെ ബേസിക്സിന്റെ പാർട്ടായിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ജസ്റ്റ് നോക്കാം. സ്റ്റാർട്ട് വിൻഡോസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വിൻഡോസ് മീൻസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ എന്താണ് പോയിന്റിംഗ് ഡിവൈസസ്, വിൻഡോസിന്റെ ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് സ്ക്രീനിന്റെ പാർട്ടായിട്ട് തന്നെ ഡെസ്ക്ടോപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പല പല വിൻഡോസ് ഭാഗങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും അത് മനസ്സിലാക്കണം. എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് വിൻഡോസ് ഉപയോഗിക്കാൻ പറ്റും, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. വിൻഡോസിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും. റീസൈക്കിൾ ബിൻ ഉപയോഗിച്ച് എങ്ങനെ ഫയലുകളെ ഡിലീറ്റ് ചെയ്യാം. വിൻഡോസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഒക്കെ എങ്ങനെ ദൂരീകരിക്കാം. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെ നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഒരിക്കലും നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് വിൻഡോസ്, യൂസ് ഓഫ് പോയിന്റ് ഡിവൈസസ്, അണ്ടർസ്റ്റാൻഡ് ദ ഡെസ്ക്ടോപ്പ്, നാവിഗേറ്റ് ഇൻ വിൻഡോസ്, use of Windows, managing files and folders, deleting files using recycle bin, use Windows help, manage computer. അടുത്തത് വൊക്കാബുലറി ആണ്. നമ്മൾ ഈ വിൻഡോസ് ബേസിക്സ് പഠിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ കേൾക്കാൻ പോകുന്നയോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടയോ ആയ കുറെ വാക്കുകളാണ്. എന്തൊക്കെയാണ്? ആക്ഷൻ സെന്റർ, അഡ്രസ് ബാർ, close button, computer folder, control panel, desktop, explorer window, favorites, jump list, libraries, notification area, operating system, pin, pointer, pointing devices, recycle bin, start button, taskbar, വിൻഡോസ് എയ്റോ, ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉണ്ട്. രണ്ട് സ്ക്രീനിലായിട്ട് കണ്ടുള്ള കുറെ വാക്കുകൾ ഈ രണ്ട് പാർട്ടിൽ വരുന്ന ഈ വീഡിയോ സീരീസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. ഓരോന്ന് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അതല്ലെങ്കിൽ എന്തിനെ മീൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് വിൻഡോസ്. Windows is an operating system that controls the basic computer operations. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെന്ന് പറഞ്ഞാൽ യൂസർ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായേ പറ്റുള്ളൂ? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അന്നേരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ. അന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ വേണ്ടുന്ന എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത കമ്പ്യൂട്ടറിനെ നമുക്ക് ഒരു ഡംപ് മെഷീന്റെ കൂട്ട് വേണമെങ്കിൽ പറയാം. വിൻഡോസ് 7 എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് വിൻഡോസ് 7. ഇതിനു മുമ്പും വിൻഡോസിന്റെ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷവും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സീരീസുകളുണ്ട്. നമ്മളിപ്പം കുറച്ച് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സീരീസുകളാണ് വിൻഡോസ് 7ഉം 10ഉം ഒക്കെ. 7 ആദ്യം മനസ്സിലാക്കാം. ഇതിൽ നിന്നും 10ലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. Okay, if Windows is already installed, you should start automatically when you turn on the computer. മനസ്സിലായില്ലേ? ഒരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെ വന്നോളും? വിൻഡോസ് നമുക്ക് റെഡി ആവുന്ന രീതിയിൽ റെഡിയായി യൂസ് ചെയ്യാൻ പരുവത്തിന് ലോഡ് ചെയ്ത് വന്നോളും. The most Windows 7 editions support Windows Aero, a graphic interface
അന്നേരം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് സ്ക്രീൻ സപ്പോർട്ട് തരുന്നുണ്ട്. അതിനകത്ത് വിൻഡോസ് 7 യൂസ് ചെയ്തിരിക്കുന്ന മോഡലിനെയാണ് നമ്മൾ എന്താണ് വിൻഡോസ് എയ്റോ എന്ന് പറയുന്നത്. gives a translucent quality to window. നമുക്ക് ഒരു വിൻഡോയുടെ ഒപ്പേക്ക് ആയിട്ടുള്ള സ്ക്രീനിന്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിലുള്ള സ്ക്രീനുകൾ കാണാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള വിൻഡോ ഗ്രാഫിക് ഇന്റർഫേസ് സ്ക്രീനുകളാണ് നമുക്ക് ഇതിനകത്ത് തരുന്നത്, കിട്ടുന്നത് വിൻഡോസ് 7 തരുന്നത്. ഓക്കെ, ഇനി യൂസിങ് എ പോയിന്റിംഗ് ഡിവൈസ്. എന്താണ് പോയിന്റിംഗ് ഡിവൈസ് എന്ന് ആദ്യം നോക്കാം. പോയിന്റിംഗ് ഡിവൈസ് allows you to interact and communicate with your computer. ഓക്കെ, ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഒരു പോയിന്റ് ഡിവൈസ് ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത്, ഒരു കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ, ഇതൊരു മോഡ് മാറ്റിക്കൊണ്ടാണ്. നോർമൽ കേസിൽ ഇതിനു മുമ്പ് നമ്മൾ സാധാരണ കേസിൽ കാണുന്നത് എന്താണ്, ഒരു ആരോ സിമ്പൽ ആയിരിക്കും. ഇതാണ് ആരോ സിമ്പൽ ആണ് സാധാരണ പോയിന്റ് ഡിവൈസിന്റെ പാർട്ടായിട്ട് കാണുന്നത്. ഇപ്പൊ കണ്ടോ, പോയിന്റ് ഡിവൈസ് എന്നുള്ളിടത്ത് ഞാൻ ആരോ നീക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മാർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പോയിന്റർ ഓപ്ഷൻ പെൻ ആക്കി ഞാൻ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, the pointer device can be a mouse, okay, or a trackball, touchpad or screen. touchpad ആവാം, സ്ക്രീൻ ആവാം. കാരണം നമ്മുടെ ടച്ച് സ്ക്രീൻ ഫെസിലിറ്റി ഉള്ള സ്ക്രീൻ ആവാം. നമ്മുടെ ATM പോലെയോ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസ് പോലുള്ള നമ്മുടെ ടച്ച് സ്ക്രീൻ ഫെസിലിറ്റി ഉള്ള മോണിറ്റർ ആണെങ്കിൽ അതായാലും മതി. ഇനി പോയിന്റിംഗ് സ്റ്റിക്ക്, പെന്ന് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിജിറ്റൽ പെൻ ഉണ്ട്, അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ജോയ് സ്റ്റിക്സ്. ഇതെല്ലാം എന്ത് കാറ്റഗറി വരും, പോയിന്റിംഗ് ഡിവൈസുകളാണ്. ഈ പോയിന്റിംഗ് ഡിവൈസുകളെല്ലാം ഉപയോഗിച്ച് സ്ക്രീനിൽ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ടച്ച് ചെയ്യാനും അത് നമുക്ക് ആ ഭാഗമാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതിന് കമ്പ്യൂട്ടർ മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് എന്തെന്ന് പറയുന്നത്, പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ദ പോയിന്റർ, ഓക്കെ, ദ പോയിന്റർ നേരത്തെ ആരോ പോയിന്റർ ഉണ്ടല്ലോ, which appears as an arrow on the screen indicates the position of the pointing device. സ്ക്രീനിന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആരോ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഞാനിപ്പോ ആരോ ഉപയോഗിച്ച് പോയിന്റർ എന്നുള്ളിടത്ത് ആരോ നീക്കുന്നുണ്ടല്ലേ. ദിസ് ആരോ ഓൺ ദ സ്ക്രീൻ ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റിംഗ് ഡിവൈസ്. ഓക്കെ, ക്ലിയർ. ഇനി യൂസിങ് എ പോയിന്റർ ഡിവൈസ്. പോയിന്റ് ഡിവൈസ് സംബന്ധിച്ചോളം പല പല ആക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഡിഫറെന്റ് ആക്ഷൻസ് ആണ്. താഴെ ആക്ഷൻസ് ഉണ്ട്. അത് എന്തിനാണ് ആക്ഷൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അതിന്റെ ഉപയോഗമാണ് ഈ സ്ക്രീനിൽ ഞാൻ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ആക്ഷൻസ് ഏതൊക്കെയാണ്? പോയിന്റ് ആക്ഷൻ ഉണ്ട്, നേരത്തെ തന്നെ പറഞ്ഞു, ഒരു സ്ഥലത്തിനെ കാണിച്ചു തരണം. പോയിന്റ് ആക്ഷൻ എന്താണ്? പൊസിഷൻസ് ദ പോയിന്റ് ഡിവൈസ് ഓൺ എ സ്പെസിഫിക് ഒബ്ജക്ട് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലുള്ള ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും, നമ്മൾ പോയിന്റ് എന്ന് പറയുന്ന ഉപയോഗിക്കും. ഹൈലൈറ്റ് ഓപ്ഷൻസ് ഓർ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വേണ്ടിയാണ് നമ്മൾ പോയിന്റ് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് യഥാർത്ഥ എഴുതി കാണിക്കുന്നതൊക്കെയാണ് പോയിന്റ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ക്ലിക്ക്. മൗസിന്റെയോ അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ഡിവൈസിന്റെയോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ആക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു മെനു ഓപ്പൺ ചെയ്യാനോ ഒരു ഐറ്റം സെലക്ട് ചെയ്യാനോ ഒക്കെ വേണ്ടി എന്ത് ഉപയോഗിക്കാം, ക്ലിക്ക് ഉപയോഗിക്കാം. അടുത്തത് ഡബിൾ ക്ലിക്ക്. ക്വിക്ലി പ്രസ് ആൻഡ് റിലീസ് ദ ലെഫ്റ്റ് ബട്ടൺ ട്വൈസ് ടു ഇനിഷ്യേറ്റ് ആൻ ആക്ഷൻ. ഫാസ്റ്റ് ആയിട്ട് ലെഫ്റ്റ് ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡബിൾ ക്ലിക്ക്. സിംഗിൾ ക്ലിക്കിനെ ക്ലിക്ക് എന്നും 2 പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് എന്തെന്നും പറയും, ഡബിൾ ക്ലിക്ക് എന്ന് പറയും. ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാനോ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാനോ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനോ ഒക്കെ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡബിൾ ക്ലിക്ക് ഉപയോഗിക്കും. അടുത്ത ഡ്രാഗ്. The point to an object on the screen, press and hold the left button and move the object and then release the button. അതാണ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. ഒരു സ്ഥലത്തിരിക്കുന്ന സാധനത്തിനെ ഒരിടത്ത് നിന്നും വേറൊരിടത്തോട്ട് മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്പറേഷൻ. ഡ്രാഗ് ചെയ്യുന്ന എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പോയിന്റ് ഉപയോഗിച്ച് ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, പ്രസ് ആൻഡ് ഹോൾഡ് ദ ലെഫ്റ്റ് ബട്ടൺ. ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നമ്മുടെ പോയിന്റ് ഡിവൈസ് മൂവ് ചെയ്യണം. ഒബ്ജക്ട് എന്തെങ്കിലും മൂവ് ചെയ്യുന്ന കാണും. എവിടാണോ നമ്മൾ റിലീസ് കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലം, ആ സ്ഥലത്ത് എന്ത് ചെയ്യണം, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യണം. അതാണ് ഡ്രാഗ് ഓപ്പറേഷൻ. മൂവിങ് ഓഫ് ഒബ്ജക്ട് സച്ച് ആസ് ഐക്കോൺസ് ആൻഡ് ഫോൾഡേഴ്സ്. ഒരു സ്ഥലത്തിരിക്കുന്ന ഐക്കോണിനെയോ ഫോൾഡറിനെയോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ നീക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിക്കും. അടുത്ത റൈറ്റ് ക്ലിക്ക് ആണ്. Press and release the arrow button to view the file properties or menu or functions. ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ നിന്ന് ഇപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, നെക്സ്റ്റ്, പ്രീവിയസ്, ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മെനു വരും. ഈ രീതിയിലുള്ള മെനു വരുന്നതിനോ അല്ലെങ്കിൽ ഒരു ഫയലിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഫാസ്റ്റ് ആയിട്ട് കിട്ടാനോ ഒക്കെ വേണ്ടി എന്ത് ഉപയോഗിക്കാം, റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കാം. അന്നേരം
പ്രധാനപ്പെട്ട ആക്ഷൻസ് ഏതൊക്കെയാണ്? പോയിന്റ് ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, ഡബിൾ ക്ലിക്ക് ഉണ്ട്, ഡ്രാഗ് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ ഡെസ്ക്ടോപ്പ്. അത് നമുക്ക് ഡെസ്ക്ടോപ്പ് എങ്ങനെ ഇരിക്കും നോക്കാം. ദിസ് ഈസ് എ സാമ്പിൾ ഡെസ്ക്ടോപ്പ്. ക്ലിയർ? അതിനകത്ത് കണ്ടില്ലേ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് ഏറ്റവും ബോട്ടത്തിലായിട്ട്. പിന്നെന്തുണ്ട്? സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ആയിട്ട് വരുന്ന സ്റ്റാർട്ട് ബട്ടൺ. പിന്നെന്താണ്? ടാസ്ക് ബാർ ഉണ്ട്. ഈ ലൈനിനെ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ടാസ്ക് ബാറിന്റെ ഒരു സൈഡിലായിട്ട് എന്താണ്? നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? ടാസ്ക് ബാർ നമ്മൾ പറഞ്ഞു. അതിന്റെ അറ്റത്തായിട്ട് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മളൊരു വിൻഡോസ് എൻവയോൺമെന്റിൽ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്താണ് ടാസ്ക് ബാറിനകത്ത് കുറെ ബട്ടൺസ് ഉണ്ട്. ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ഫോൾഡേഴ്സോ ഫയൽസോ വിളിക്കാനുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് അവിടെ ലോഡ് ചെയ്താം. പിന്നെ ഈ ടോട്ടൽ ഏരിയയെ നമ്മൾ എന്തെന്ന് പറയും? ഡെസ്ക്ടോപ്പ് എന്ന് പറയും. അതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ ബട്ടണുകളെ, ഇങ്ങനെയുള്ള പടങ്ങളും അതിന്റെ താഴെ എന്തെങ്കിലും എഴുതിയേക്കുന്നതും കൂടെ ചേർന്ന് നമുക്ക് എന്താണ്? ഐക്കോൺ എന്ന് പറയും. ഇവിടെ റീസൈക്കിൾ ബിന്നിന്റെ ഐക്കോണാണ്. ഇതെന്താണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. The files and folders, directories that contains files and other folders are displayed in a small framed work area known as a window. നമുക്ക് ആ വിൻഡോ, ഫയൽസും ഫോൾഡേഴ്സും കാണിക്കുന്ന വിൻഡോ എങ്ങനെ ഇരിക്കും നോക്കാം. ഇതാണ് ഫയൽസും ഫോൾഡേഴ്സും കാണുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, ഡോക്യുമെന്റ്സ്, പിക്ചേഴ്സ്. ഓക്കെ, ഇതിന്റെ താഴെ കുറെ ഫയൽസ് ഒക്കെ കാണിക്കുന്നു. ഇതിന്റെ വിവിധങ്ങളായ വ്യൂസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, ചിലതുണ്ട് യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഫോൾഡേഴ്സ് ആണ്, അല്ലാതെ കാണുന്നതൊക്കെ ഫയൽസുകളാണ്. ഓക്കെ, അത് കാണിക്കുന്ന ആ റെക്ടാംഗിൾ ഏരിയ നമ്മൾ എന്തെന്ന് പറയും? ഒരു വിൻഡോ എന്ന് പറയും. അടുത്ത എന്താണ്? The desktop is the main work area in Windows. വിൻഡോസിന്റെ ഏറ്റവും ആദ്യം ലോഡ് ചെയ്ത് വരുന്ന സ്ക്രീനിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ കാണിച്ച സാമ്പിൾ ഡെസ്ക്ടോപ്പ്. ഇതാണ് ഒരു സാമ്പിൾ ഡെസ്ക്ടോപ്പ്. It contains Windows program elements, other programs and files. വിൻഡോസിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന പല പല പ്രോഗ്രാംസിന്റെ ഐക്കോൺസും ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ എവിടെ കാണാൻ? നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. The taskbar appears at the bottom of the screen and displays program icons. ടാസ്ക് സ്ക്രീനിന്റെ ബോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി navigating in Windows. Windows Explorer are used to navigate items on the computer. Most Windows share common navigation tools such as navigation pane, address bar, toolbar, and a close button. And this is a sample screen. Explorer കണ്ടില്ലേ? ഇതിനകത്ത് നാവിഗേഷൻ പെയിൻ എന്നുള്ള സാധനം ഉണ്ട്. ഈ ഭാഗമാണ് എന്താണെന്ന് പറയുന്നത്? നാവിഗേഷൻ പെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ മേളിലോട്ടും താഴോട്ടും നീക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ട്? ഒരു സ്ക്രോൾ ബാർ ഉണ്ട്. കണ്ടില്ലേ? ഇനി അതിന്റെ ഏരിയയിൽ കാണിക്കുന്ന സാധനം ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ എന്താണ്? വിൻഡോസ് എക്സ്പ്ലോറർ വിളിച്ചാൽ അതിനകത്ത് ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. കണ്ടൻസ്, ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, കണ്ടില്ലേ? ഫേവറേറ്റ്സ്, മൈ ഡോക്യുമെന്റ്സ്, മൈ മ്യൂസിക്, മൈ പിക്ചേഴ്സ്, മൈ വീഡിയോസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ വിവിധങ്ങളായ ഫോൾഡറുകളും ഫയലുകളാണ്. ഓരോ ഫോൾഡറിനകത്തും പിന്നെയും സബ് ഫോൾഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫയൽസ് ഉണ്ടാവാം. ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ എന്താ പറയുക? ഡീറ്റെയിൽസ് പെയിൻ എന്ന് പറഞ്ഞത്. അത് നാവിഗേഷൻ പെയിൻ എന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇപ്പൊ ബാക്കപ്സ് എന്നുള്ള ഏരിയയിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡീറ്റെയിൽസ് പാനൽ എന്ത് ചെയ്യും? ബാക്കപ്സിനകത്തുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിൽ പോയി ഞാൻ ക്ലിക്ക് ചെയ്താൽ പിക്ചേഴ്സ് ആണുള്ള കണ്ടന്റ് ആയിരിക്കും എവിടെ കാണിക്കുന്നത്? ഈ ഡീറ്റെയിൽഡ് പെയിനിൽ കാണിക്കുന്നത്. പിന്നെ ഫോർവേഡ് ബാക്ക്വേഡ് മൂവ് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെന്താണ്? ടൂൾ ബാർ, പിന്നെ അഡ്രസ് ബാർ ഉണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു മനസ്സിലാക്കാൻ തരാൻ വേണ്ടി. നമുക്ക് ഒരു ഐറ്റം സെർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങ് സെർച്ച് ബോക്സ് ഉണ്ട്. പിന്നെ എല്ലാ വിൻഡോയ്ക്കും ഉള്ളതിൻ്റെ ഉണ്ട് മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിലോട്ട് വരാം. And most Windows
share common navigation tools such as navigation pane, address bar, tool bar and a close button. Close button ഉപയോഗം എന്താണ്? ഏതൊരു വിൻഡോയും ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരു ക്ലോസ് ബട്ടൺ ഉണ്ടാവും. Each window has a toolbar, controls or links that contains function specific to a window. Okay. The address bar. എന്തിനാണ് address bar ഉപയോഗിക്കുന്നത്? Address bar identifies the path for the currently opened folder. നമ്മൾ നിലവിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോൾഡർ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? അഡ്രസ് ബാർ ഉപയോഗിക്കുന്നത്. യൂസ് ദ നാവിഗേഷൻ പെയിൻ ടു നാവിഗേറ്റ് ടു പോപ്പുലർ ഓർ കോമൺ ലൊക്കേഷൻസ് ആൻഡ് റീസെന്റ് യൂസ്ഡ് ഫയൽസ് ആൻഡ് ഫോൾഡർ. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? നമുക്ക് നാവിഗേഷൻ പെയിൻ ഉപയോഗിക്കാം. ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഫേവറേറ്റ് ലിങ്ക് to folders containing the items you use the most. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റത്തിന്റെ ലിങ്ക് ആയിരിക്കും എവിടെ കാണിക്കുന്നത്? ഫേവറേറ്റ്സ് കാണിക്കുന്നത്. Libraries provides a view of related files and folders in a single location. ഒരു സ്ഥലത്ത് കിടക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോൾഡേഴ്സും അതിനകത്ത് വരുന്ന കണ്ടന്റും ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് പറയാം? ലൈബ്രറീസ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു വിൻഡോയുടെ എക്സാമ്പിൾ വേണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നോട്ട് പാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വിളിക്കുകയാണ്. കണ്ടില്ലേ? ദിസ് ഈസ് എ സാമ്പിൾ വിൻഡോ. ഇവിടെ നമുക്ക് കണ്ടന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് ഈ വിൻഡോയ്ക്കകത്ത് എന്തുണ്ട്? ഒരു മിനിമൈസ് ബട്ടൺ ഉണ്ട്, ഒരു മാക്സിമൈസ് ബട്ടൺ ഉണ്ട്, ഒരു മിനിമൈസ് ബട്ടൺ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഞാൻ മാക്സിമൈസ് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ വിൻഡോ മാക്സിമൈസിലാവും. ആ സമയത്ത് നോക്കി ആ ബട്ടന്റെ പേരെന്താണ്? റീസ്റ്റോർ ഡൗൺ ബട്ടൺ ആണ്. അതായത് മാക്സിമൈസ് ബട്ടണും റീസ്റ്റോർ ബട്ടണും സെയിം ആണ്. മിനിമൈസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിൽ പോയി കിടക്കും. റീസ്റ്റോർ ചെയ്താൽ നേരത്തെ ഇരുന്ന് സൈസിൽ വന്ന് അത് നിൽക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് പാർട്ട് 2 നോക്കാം. Okay, thank you. Wait for the part 2 video.